അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ സംഭാഷണങ്ങളിലൂടെ മനുഷ്യരും ജിന്നുകളും തമ്മിലുള്ള ചില ഇടപാടുകളാണ്, അല്ലെങ്കിൽ ജിന്നുകളിൽ നിന്നുള്ള ചില ഉപദ്രവങ്ങളെക്കുറിച്ചാണ് നാം പരാമർശിച്ചത്. അതിൽ പ്രധാനമായ ഒരു കാര്യമാണ് പിശാച് ബാധ എന്നുള്ളത്. മനുഷ്യരെ പിശാചുകൾ ബാധിക്കുന്നു. പിശാചുക്കൾക്ക് ഇഷ്ടം പോലെ മനുഷ്യരിൽ കൂടുവാനോ ഉപദ്രവിക്കുവാനോ സാധ്യമല്ല. അവർക്ക് ചില പ്രത്യേക സാഹചര്യങ്ങൾ ഒത്തുകിട്ടണം. ഉദാഹരണമായി, ഒരു കള്ളൻ ഒരു വീട്ടിൽ പ്രവേശിക്കാൻ ആഗ്രഹിച്ചാൽ അയാൾക്ക് ചില സാഹചര്യം ഒത്തുകിട്ടേണ്ടതുണ്ട്. ഒന്ന്, ആ വീട്ടിലുള്ള ആളുകൾ അശ്രദ്ധരായിരിക്കണം, അല്ലെങ്കിൽ വീടുകൾ തുറന്ന് കിടക്കണം, അല്ലെങ്കിൽ വീടുകൾ ആളില്ലാതാവണം. അങ്ങനെ ചില സാഹചര്യങ്ങൾ ഒത്തുവന്നാൽ മാത്രമേ ആ കള്ളന് ആ വീട്ടിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു പിശാച് മനുഷ്യൽ പ്രവേശിക്കുവാനുള്ള ചില സാഹചര്യങ്ങൾ ആവശ്യമാണ്. ചില സന്ദർഭങ്ങൾ, ഉദാഹരണമായി ശക്തമായി പേടിക്കുന്ന അവസ്ഥ, അതുപോലെ തന്നെ ശക്തമായി കോപിക്കുന്ന അവസ്ഥ. ഇത് പറയുമ്പോൾ നാം മനസ്സിലാക്കണം, ഇപ്പം നമ്മുടെ കുടുംബത്തിലെ ഒരാളെ നമ്മൾ കോപത്തിന് പ്രേരിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ ദേഷ്യപ്പെടുത്തുക എന്ന് വെച്ചാൽ വാസ്തവത്തിൽ നാം ചെയ്യുന്നത് ഒരു പിശാചിൻ്റെ കളിപ്പാട്ടമായി അവരെ മാറ്റുവാൻ നാം സഹായിക്കുകയാണ്. അപ്പോൾ ശക്തമായി കോപിക്കുന്ന അവസ്ഥയിൽ പിശാചുക്കൾ അവരെ സ്വാധീനിക്കുന്ന, അവരെ ബാധിക്കുന്നു. അതുപോലെ തന്നെ വികാരം ഇളകി പുറപ്പെടുന്ന അവസ്ഥകൾ, വികാരത്തിൽ മുഖം കുത്തുന്ന അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ, അതായത് ചില പ്രത്യേക സാഹചര്യങ്ങൾ. ഇപ്പോൾ ഒരാൾ ഒരു പ്രത്യേകമായ അവസ്ഥകൾ, ഇപ്പോൾ ഒരു കള്ളൻ മതിൽ ചാടി അകത്ത് കടക്കാൻ ഇങ്ങനെ വളരെ ശ്രമിക്കുന്ന സമയം, അല്ലെങ്കിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കാണാൻ വേണ്ടിയിട്ട് കൊതിച്ച് ആഗ്രഹിച്ചൊരു വീട്ടിൽ പ്രവേശിക്കുന്ന സമയം, ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ മനുഷ്യൻ്റെ വികാരങ്ങളിങ്ങനെ പ്രത്യേക തരത്തിൽ ഇളകി പുറപ്പെടുക, അല്ലെങ്കിൽ അത് അവനെ അതിൽ നിന്ന് വികാരത്തെ അടിമപ്പെടുത്തുന്ന അവസ്ഥയിൽ, വികാരത്തിൽ മുഖം കുത്തുക, അങ്ങനത്തെ അവസ്ഥയിൽ. അതുപോലെ ശക്തമായ അശ്രദ്ധ. അപ്പം ഇതുപോലുള്ള മനുഷ്യൻ്റെ ആത്മാവിൽ വരുന്ന ചില പ്രത്യേക ദുർബലാവസ്ഥകളിലാണ് പിശാചുക്കൾ മനുഷ്യരിൽ പ്രവേശിക്കാൻ സാധിക്കും. ഉദാഹരണമായിട്ട്, ഒരിക്കലും ഒരു രോഗിയെ ചികിത്സിക്കുമ്പോൾ ആ രോഗിയിലൂടെ ഹാജരായ പിശാച് പറഞ്ഞത്, ഞാൻ ഒരു പട്ടിയുടെ രൂപത്തിൽ വന്ന് അവളെ പേടിപ്പിച്ച് അവൾ ബോധം കെട്ട് വീണപ്പോൾ ഞാൻ പ്രവേശിച്ചു എന്നാണ്. അപ്പോൾ രോഗിയുടെ രോഗം തുടങ്ങുന്നത് തന്നെ രോഗിയുടെ ബന്ധുക്കൾ പറഞ്ഞത് ഇതുപോലൊരു പട്ടിയെ കണ്ട് പേടിച്ചിട്ട് അവൾക്ക് അസുഖം തുടങ്ങിയതാണ്. അപ്പോൾ ഇതുപോലെ പേടിപ്പിച്ചിട്ട് അവർ പ്രവേശിക്കുക. അങ്ങനെ മനുഷ്യൻ്റെ ചില പ്രത്യേക അവസ്ഥകളിലാണ് പിശാചുക്കൾ മനുഷ്യർ പ്രവേശിക്കുന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ വൈകുന്നേരമായാൽ കുട്ടികളെ പുറത്തു വിടരുത്, വീടുകളുടെ വാതിലടക്കണം, ജനലടക്കണം എന്നെല്ലാം പറഞ്ഞത് ഇതുപോലത്തെ സന്ദർഭത്തിന് കുട്ടികൾ വിധേയമാകാതിരിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതുപോലെ സാഹചര്യത്തിൽ പിശാചുക്കൾ മനുഷ്യർ പ്രവേശിക്കുന്നു. അതിന് സ്നേഹം മൂലമാണ് പ്രവേശിച്ചതെങ്കിൽ ആ രോഗിയിൽ ക്രമേണ ചില മാറ്റങ്ങൾ വരുന്നു. എന്ന് വെച്ചാൽ ആ സ്നേഹം പോലും വളരെയധികം ഗുരുതരമായ അവസ്ഥയിലേക്കാണ് മാറുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ. ആ വ്യക്തിയുടെ സ്വഭാവത്തിൽ തന്നെ ചില മാറ്റങ്ങൾ വരുന്നു. ഉദാഹരണമായിട്ട്, ഒരു സ്ത്രീയുടെ ശരീരത്തിൽ പുരുഷനായ ജിന്നാണ് പ്രവേശിക്കുന്നത്, പിശാചാണ് പ്രവേശിച്ചെങ്കിൽ പിന്നെ അവളുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു. അതുപോലെ തന്നെ അവളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നു. അവൾ വിവാഹിതയാണെങ്കിൽ അവൾ ദാമ്പത്യ ജീവിതം തകരുന്നു. അവൾ അവിവാഹിതയാണെങ്കിൽ അവൾ വിവാഹത്തിന് സമ്മതിക്കാതെ അങ്ങനെ പ്രത്യേക ഒരു ജീവിതത്തിലേക്ക് പോവുകയാണ് അവർ. ഉദാഹരണമായിട്ട്, വിവാഹ ആലോചന വരുന്ന സമയത്തെല്ലാം ആ പിശാച് ചില പ്രത്യേക സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആ വിവാഹത്തെ തടസ്സപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്രകാരം സ്നേഹം മൂലം പ്രവേശിച്ച ആ പിശാച് ആ വ്യക്തിയുടെ ശരീരത്തിൽ ചില പ്രത്യേക സ്ഥാനങ്ങളിൽ നിലകൊള്ളുന്നു. ഇപ്പോൾ തലയിലാണെങ്കിൽ സ്ഥിരമായ തലവേദന, നെഞ്ചിലാണെങ്കിൽ നെഞ്ചിനിടുക്കം, ശ്വാസം തടസ്സം വരുന്നുള്ള അവസ്ഥകൾ, തോളിലാണെങ്കിൽ ശരീരത്തിന് അമിതമായ ഭാരം തോന്നുന്ന പോലെ, ഇങ്ങനെ പല പല പിശാചുകൾ എവിടെയാണോ കേന്ദ്രീകരിക്കുന്നത് അതിനനുസരിച്ച് ആ വ്യക്തിയിൽ ചില ശാരീരിക രോഗങ്ങൾ. അപ്പോൾ മാനസിക പ്രയാസങ്ങൾ മാത്രമല്ല, ശാരീരിക പ്രയാസങ്ങൾ മാത്രമല്ല, അതുപോലെ കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് ആ വ്യക്തിയുടെ ജീവിതം താറുമാറാകുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇനി പിശാച് ബാധ ഉണ്ടായിട്ടുള്ളത് പ്രതികാരം മൂലമാണെങ്കിൽ ആ വ്യക്തിക്ക് ഒരുപാട് പ്രയാസങ്ങൾ അവ സൃഷ്ടിക്കുന്നു. പല പല രോഗങ്ങൾ, അപകടങ്ങൾ എന്ന് വേണ്ട മരണം വരെയും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പല സംഭവങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും മനുഷ്യൻ അറിയാതെയാണ് പിശാചുക്കൾക്ക് ഉപദ്രവം ഏൽപ്പിക്കുന്നത്. നമുക്കറിയാം,
പിശാചുക്കൾ സാധാരണ താവളമാക്കിയിരിക്കുന്നത് ജനവാസമില്ലാത്ത സ്ഥലങ്ങൾ, അതുപോലെ അഴുക്ക് നിറഞ്ഞ സ്ഥലങ്ങൾ, ബാത്റൂമുകൾ, ഇതുപോലെ മലിനമായ പ്രദേശങ്ങൾ, ഇവിടെയെല്ലാമാണ് പിശാചുക്കൾ സാധാരണയായിട്ട് പാർക്കുന്നത്. അവിടെ പ്രവേശിക്കുന്ന സമയത്ത് നാം മുൻകരുതൽ എടുത്തില്ല എങ്കിൽ, നമുക്കറിയാം അല്ലാഹു റസൂൽ പറഞ്ഞു, നിങ്ങളൊരു റൂമിൽ കിടന്ന് ബിസ്മില്ലാന്നാണ് പറഞ്ഞത്. ആൾതാമസമില്ലാത്ത വീട്ടിൽ ചെല്ലുമ്പോഴും സലാം പറഞ്ഞ് പ്രവേശിക്കാൻ പറഞ്ഞു. ബാത്റൂമിൽ കയറുന്ന സമയത്ത് നമ്മോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആൺ പെൺ പിശാചുക്കളിൽ നിന്ന് അഭയം തേടിക്കൊണ്ട് അകത്ത് പ്രവേശിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതുപോലെ നമുക്കറിയാം, റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ വാഹനം വന്നിടിക്കും, കാരണം വാഹനങ്ങൾ ഓടുന്ന റോഡാണ്. അതുപോലെ തന്നെ പിശാചുക്കൾ താവളം അടിച്ചിരിക്കുന്ന സ്ഥലത്ത് നാം ശ്രദ്ധിച്ചില്ലെങ്കിൽ അവയുടെ ഉപദ്രവം നമുക്ക് സംഭവിക്കാം. ഇപ്രകാരം പ്രവേശിക്കുന്ന ആ പിശാച് മനുഷ്യനിൽ ധാരാളം ഉപദ്രവങ്ങൾ ഏൽപ്പിക്കുന്നു, അവൻ്റെ മരണത്തിന് വരെ ഇടയാക്കുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ഉപദ്രവങ്ങൾക്ക് പലപ്പോഴും ഭൗതികമായ മാർഗങ്ങളിലൂടെ ചികിത്സിക്കാൻ സാധിക്കാതെ വരുന്നു. പരിശോധനകളിലെല്ലാം റിസൾട്ടുകളെല്ലാം നോർമലായി കാണപ്പെടുന്നു. എന്നാൽ മരുന്നുകൾ ഫലപ്രദമാകുന്നില്ല, ഡോക്ടർമാർക്ക് രോഗം കണ്ടെത്താൻ സാധിക്കുന്നില്ല. അവസാനം ആളുകൾ എത്തിപ്പെടുന്നത് ദുർമന്ത്രവാദികളുടെയും വ്യാജസിദ്ധന്മാരുടെ അടുത്താണ്. പലപ്പോഴും ചില ഡോക്ടർമാർ തന്നെ പറയും, നിങ്ങൾ മറ്റെന്തെങ്കിലും നോക്കിക്കോ, കാരണം അവർ കൈവിട്ട് കഴിഞ്ഞിട്ട് പറയും നിങ്ങൾ മറ്റെന്തെങ്കിലും നോക്കിയോ എന്ന് പറയും. അതൊരു സൂചനയാണ്. പലപ്പോഴും ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം പോലും ആളുകൾ മന്ത്രവാദികളെ സമീപിക്കാറുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് നാം വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി സിഹർ മൂലം ഉള്ള ഉപദ്രവം എന്ന് പറയുന്നത്, ഇവിടെ ആ വ്യക്തിയോട് ഒരു പ്രതിഷേധവും അല്ലെങ്കിൽ ഒരു പ്രതികാരവും ഈ പിശാചിനില്ല. ഒരു മന്ത്രവാദി, ഒരു സാഹിർ, മാരണക്കാരൻ്റെ നിർദ്ദേശമനുസരിച്ച് ആ പിശാചിനെ അയക്കുകയാണ്. ആ പിശാചിനോട് എന്താണോ കൽപ്പിച്ചിട്ടുള്ളത്, ചിലപ്പോൾ കുടുംബമെന്ന് വേർപെടുത്താനായിരിക്കും, ഭാര്യഭർത്ത ബന്ധം വേർപെടുത്താനായിരിക്കും, അല്ലെങ്കിൽ രോഗിയാക്കാനായിരിക്കും, അല്ലെങ്കിൽ കൊല്ലുവാനായിരിക്കും, അല്ലെങ്കിൽ ബിസിനസ് തകർക്കാനായിരിക്കും. എന്താണോ ആ പിശാചിനോട് കൽപ്പിച്ചിട്ടുള്ളത്, ആ പിശാച് ആ പ്രവർത്തനോട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വിവാഹം തടസ്സപ്പെടുത്താനാണ് പിശാചിനെ അയച്ചിട്ടുള്ളതെങ്കിൽ ആ വ്യക്തിക്ക് വിവാഹം നടക്കാതെ വരുന്നു. ഒരു പെൺകുട്ടി എന്നോട് സംസാരിച്ചതെന്ന് വെച്ചാൽ, ആരെങ്കിലും അവരെ വിവാഹത്തിന് കാണാൻ വന്നു കഴിഞ്ഞാൽ അവരുടെ മുഖമെല്ലാം ഇങ്ങനെ കോടിപ്പോകുന്നതാണ് പറഞ്ഞത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ കുട്ടിയെ കാണാൻ വരുന്ന വ്യക്തിയുടെ മുന്നിൽ ഒരു വികൃത രൂപമാണ് പ്രത്യക്ഷപ്പെടുക. അതുകൊണ്ട് ഒരിക്കൽ കണ്ടാൽ പിന്നെ ഒരിക്കലും അങ്ങോട്ട് അയാൾ കിടക്കില്ല. ഇപ്രകാരം എന്താണോ ഈ മാരണക്കാരൻ കൽപ്പിച്ചിരിക്കുന്നത്, ആ പ്രവർത്തനം പിശാച് അവിടെ നിറവേറ്റുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നാം വ്യക്തമായി ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക, അതിന് കൃത്യമായ ചികിത്സകൾ നാം ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കേണ്ടതുണ്ട്. അടുത്ത സംഭാഷണങ്ങളെ അത് നമുക്ക് വ്യക്തമാക്കാവുന്നതാണ്. ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.